ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷങ്ങളൊക്കെ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. ഒരു സംശയം എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നെനിക്കറിയില്ല. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം. കറക്റ്റായിട്ട് സത്യമായിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഈ വോയിസ് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് എത്ര മിനിറ്റ് പോകുന്നറിയില്ല. എന്തായാലും നിങ്ങൾ ഈ വോയിസ് അവസാനം വരെ കാണണം. നമ്മളൊരു ഇലക്ഷൻ്റെ റിസൾട്ട് ആയാലും അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കൂലേ, അവസാനം വരെ കേൾക്കൂലേ. അതുകൊണ്ട് ഈ വോയിസ് നിങ്ങൾ അവസാനം വരെ കേൾക്കണം. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. ഒരുപാടൊന്നുമില്ല. നമ്മളെ ടോണി ഉണ്ടല്ലോ, കോട്ടയം സ്വർണ്ണ ബിസിനസ്സുകാരനാണ് പുള്ളിയുടെ പേര്, ടോണി അച്ചായൻ്റെ വീഡിയോ കാണാറുണ്ട്. അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് ജനങ്ങളെ കൂടി സഹായിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളുണ്ട്, കുറച്ച് ആളുകൾ. അവരുടെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് മനസ്സിന് ഒരു ഭയങ്കര ഒരു സങ്കടം തോന്നി. നമ്മൾ സഹായിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് സഹായിക്കാൻ അങ്ങനെ സെറ്റപ്പില്ല, നമ്മൾ എന്നാലും സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ, അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ദരിദ്രർ, അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ. അതിന് എൻ്റെ അത്രയും വരുമാനമില്ല. അപ്പോൾ ഞാനൊരു ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം അവർക്ക് വേണ്ടി ചിലവ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനിയുള്ള ജീവിതം. ഇത്രയും വയസ്സൊക്കെ ആയില്ല, ഇനിയിപ്പോൾ അതല്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് അനുസരിച്ച് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശരിയാവണമെങ്കിൽ എൻ്റെ ജനങ്ങൾ, എൻ്റെ ഫ്രണ്ട്സുകൾ ഒരു സഹായം എന്ന് വെച്ചാൽ പൈസയായിട്ട് ഒന്നും സഹായിക്കണ്ട. എൻ്റെ ഇതിലുള്ള ഫോളോ ഒന്ന് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, വീഡിയോ ഫുള്ള് ഷെയർ ചെയ്യുക. വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പൈസ മൊത്തം ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും, ഇതിപ്പോൾ ഇങ്ങനെ പലരും ചെയ്തിട്ട് ഈ പറച്ചിൽ മാത്രമുള്ള ഒന്നും ചെയ്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കുറ്റപ്പെടുത്താം. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. നമ്മൾ ഞാൻ ചുരുക്കി പറയുകയാണ്, നമ്മളിപ്പോൾ എത്രയോ ജനങ്ങളെ ഫോളോ ചെയ്ത് കമൻറ്റ് ഷെയർ ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചു. അതിൽ 100% 2% മാത്രമേ സഹായിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ കാര്യം നോക്കി എല്ലാവരും പോകും അല്ലേ. അത് നമ്മളാണ് അവരെ വിജയത്തിലാക്കിയത്. അവരത് പല രീതിയിൽ അവരും ഉപയോഗിക്കുന്നു. ഒരു പാവങ്ങൾ സഹായിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ അപൂർവമായ ചിലവർ മാത്രം. അങ്ങനെ ടോണി അച്ചായൻ, അങ്ങനെ ഓരോ ടീമിനെ കണ്ടുള്ളൂ. അപ്പോൾ അവർ വീഡിയോ കണ്ടാൽ അവരുടെ അവസ്ഥകൾ മനുഷ്യന്മാരല്ലേ. അങ്ങനെ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര സങ്കടം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് കിട്ടുന്ന വരുമാനം വേണ്ട, ദൈവം അനുഗ്രഹിച്ച് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം അങ്ങനെ ഒന്ന് ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ഞാൻ പല ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും കിട്ടുന്ന അനുസരിച്ച് നമ്മൾ സഹായിക്കാറുണ്ട്, ദൈവം അനുഗ്രഹിച്ച്. അങ്ങനെയല്ല, എന്നാലും കണ്ടപ്പോൾ ഇനി നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യാത്തവർ ആരോ ഉള്ളത്, എല്ലാവരും കുറ്റം ചെയ്യുന്നവരാണ്. നല്ല മനുഷ്യരായിട്ട് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയ വരുമാനം കിട്ടിയപ്പോൾ ടോണി ആവർത്തി അങ്ങനെ ഫേസ്ബുക്കും യൂട്യൂബും ചെയ്ത് അങ്ങനെ കിട്ടുന്ന പൈസ അങ്ങനെ ഇനി അങ്ങനെ മുന്നോട്ട് അങ്ങനെ ജീവിച്ചാലോ എന്ന് ആലോചിക്കണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം മാത്രമേ ഉള്ളൂ. ഏതാ? നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിലൊന്ന് അമർത്തുക, ഒരു ഷെയർ ചെയ്യുക. അത് എൻ്റെ ജനങ്ങളോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സുകളോട് എന്താ വെച്ചാൽ, അത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ 3 മിനിറ്റ് സമയം ഒരുപാടായി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രം. നിങ്ങളത് ആലോചിച്ച് ചിന്തിച്ച് ഇയാൾ പറയുന്നത് ശരിയാണോ, ഇയാൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചിന്തകളുണ്ടാവും. അതിൻ്റെ മൊത്തം നമ്മൾ സമൂഹത്തിൽ കാണുന്നത് മൊത്തമല്ലേ. ഇതിലൊരു മതമോ ഒരു ജാതി മതം അങ്ങനെയൊന്നും നമ്മുടെ എവിടെ മുറിച്ചാലും എവിടെ ഒരു സൂചി കുത്തിയാലും പുറത്തേക്ക് തന്നെ ബ്ലഡ് റെഡാണ്, ചുമപ്പാണ്. അങ്ങനെ ജീവിക്കുന്നത് ജാതി മതം ഒന്നുമില്ല ഇതിൽ. മനുഷ്യനെ കാണാനായിട്ട് ജീവിക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് ഇതിനകത്ത് പൈസ കിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാറുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ കാര്യം എന്നല്ല. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, അങ്ങനെ മുന്നോട്ട് ജീവിച്ചാൽ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ അങ്ങനെ എങ്ങാനും കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ദൈവം പുറത്ത് തന്നാലോ. ഇങ്ങനെ പാവങ്ങൾ നമ്മൾ സഹായിക്കുന്ന വേറെ അത് വേണ്ട, പുറത്ത് പറയേണ്ട കേസില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ശരിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആൾ പറഞ്ഞ് ശരിയാണ്. നമ്മൾ
ഇത് രാഷ്ട്രീയമോ മറ്റതോ ഒന്നും എനിക്ക് എൻ്റെ രാഷ്ട്രീയം എൻ്റെ മനസ്സിലുള്ളൂ, അല്ലാണ്ട് പുറത്തതില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പല രാഷ്ട്രീയ ഇത് വരുമ്പോഴാണ് പല ഇതുകളും പിന്നെ കുറ്റങ്ങളും കുറവുകളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ നല്ല രീതിയിൽ ഇതാക്കിയിട്ട് ചിന്തിച്ചിട്ട് കൊണ്ടുപോവുക. എത്രയോ ഞാൻ കണ്ടു, അവരുടെ വീഡിയോ കണ്ടു, ആ ധോണി അച്ചായൻ്റെ വീഡിയോ കണ്ടറിയാം എൻ്റെ ഈ കഷ്ടപ്പാടും എനിക്ക് കണ്ട് ഭയങ്കര സങ്കടങ്ങൾ തോന്നി. ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മളൊക്കെ അവരുടെ മുമ്പിൽ അവർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അവർ കണ്ണ് നിറയുന്നുണ്ട്. അവരുടെ കണ്ണ് അവർ കരയുന്നതല്ല, അത് അവരുടെ സന്തോഷ കണ്ണീരാണ്. സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നത്. ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ, അതിൻ്റെ പൈസയാലും കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് കാണാൻ നമുക്ക് രസിക്കാനല്ല, അവരുടെ സന്തോഷ കണ്ണീരൊന്ന് കാണാൻ വേണ്ടിയാണ്. ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ഭക്ഷണം കഴിച്ച് കളയുന്നു, എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുന്നു. ആരെയും ഞാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഫോളോ ചെയ്ത് കമൻറ്റ് ഷെയർ ചെയ്ത് എത്രയോ ആൾക്കാർ നമ്മളത് ഡെവലപ്പാക്കി സെറ്റപ്പാക്കി അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ശരിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ശരിയാണോ. ബാക്കി ഒരുപാട് സമയം മിനിറ്റുകൾ പോകണു, അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കുറച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഗുഡ് ബൈ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ എന്തിനോ കമൻറ്റിൽ വന്നിട്ട് തെറി വെച്ച് ബാക്കി എന്തും എഴുതിക്കാം. ഓക്കെ, ഗുഡ് ബൈ.